powered by Willy White Toothpaste in association with Laza Ice Cream, ICL FinCorp and Dhanalakshmi Bank ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു ക്വിസ് ഗെയിം ഷോ ആണ്. ആൻഡ് ഈ ഗെയിം ഷോ നയിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ശ്രീമതി ഷാമിൻ മാനറ്റ് ജോയ് ആണ്. കേരളത്തിലെ പ്രമുഖ ക്വിസ് മാസ്റ്റർമാരിൽ ഒരാളായ ഷാമിൻ മാനറ്റ് ജോയ് ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ കേരള ഘടകത്തിന്റെ റീജിയണൽ ഹെഡാണ്. ക്യൂ പോസിറ്റീവ് ചീഫ് കോർഡിനേറ്റർ എന്ന നിലയിൽ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട്, അതായത് നിങ്ങളെപ്പോലത്തെ ഒത്തിരി സ്റ്റുഡൻസിനായിട്ട് അവർ ക്വിസ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരു ക്വിസ് കോളമിസ്റ്റ് കൂടി ആയിട്ടുള്ള ഷാമിൻ മാനറ്റ് ജോയുടെ ലേഖനങ്ങൾ മലയാളത്തിലെ പ്രമുഖമായിട്ടുള്ള നിരവധി പ്രസിദ്ധീകരണങ്ങളിലും അച്ചടിച്ച് വന്നിട്ടുണ്ട്. 2019 മുതൽ ഇന്ത്യയിലും GCC രാജ്യങ്ങളിലും നടക്കുന്ന ലോക ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രധാന സംഘാടകരിൽ ഒരാൾ കൂടിയായ ഷാമിൻ മാം 2024 ഇന്ത്യയിലെയും GCCയിലെയും WQC മത്സരങ്ങളിലെ ഏക വനിതാ പ്രോക്ടറും ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ക്വിസ് മേളയായിട്ടുള്ള റിവർ ബറേറ്റ് 2019 പ്രധാന സംഘാടകരിൽ ഒരാളായിരുന്ന ഷാമിൻ മാനറ്റ് ജോയ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ലിസ്റ്ററി ക്വിസ് എറണാകുളം ആൻഡ് കോട്ടയം എഡിഷൻ, സ്റ്റുഡൻറ് പോലീസ് സ്റ്റേറ്റ് കേരള, കണ്ണൂർ ജില്ലാതല ക്വിസ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചിട്ടുള്ള ഭരണഘടനാ ക്വിസ്, 0 അവർ ഓൾ ഇന്ത്യ ബിസിനസ് ക്വിസ് എന്നിവ സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേദിയിലേക്ക് നല്ല കാര്യമായിട്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീമതി ഷാമിൻ മാനറ്റ് ജോയ്. കളിയിൽ അല്പം കാര്യം സീസൺ 2 പവർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് ഇൻ അസോസിയേഷൻ വിത്ത് ലാസ ഐസ് ക്രീം, ICL FinCorp ആൻഡ് ധനലക്ഷ്മി ബാങ്ക്. നല്ല കൈയടി, നിങ്ങളുടെ ക്വിസ് മാസ്റ്റർ അല്ലേ? മാഡത്തിനെ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കാനായിട്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അമൃത TV മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വിഭാഗം അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള ശ്രീമതി ഗോപിക പുരുഷോത്തമൻ മാം. ഒപ്പം തന്നെ മാമിന് അമൃത TVയുടെ സ്നേഹസമ്മാനമായിട്ട് ഒരു മൊമെന്റോ കൈമാറാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമൃത TV മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വിഭാഗം അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള ശ്രീ എബിൻ പൗലോസ് സർ. ഹായ്, ഭയങ്കര ഗ്യാപ്പ്, താഴേക്ക് വരാല്ലേ? യെസ്, താങ്ക് യു. സോ ഗെയിം കളിക്കാല്ലേ? ക്വിസ് ഗെയിമായിട്ട് എത്ര പേര് ഇതിന് മുൻപ് കളിച്ചിട്ടുണ്ട്? എല്ലാവരും കളിക്കാത്തവരുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് തിങ്, നിങ്ങളുടെ A4 ഷീറ്റിൽ ഫസ്റ്റ് പേജിൽ ഒരു സൈഡിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം. ഫുൾ ബ്ലോക്ക്. പിന്നെ ടീമിന് ഒരു അടിപൊളി പേരിടണം കേട്ടോ. സെറ്റ്. എന്താ നിങ്ങളുടെ പേര്? ലീഡ് ഭവനേറ്റ്സ്. ഓ, ഓക്കെ. നിങ്ങളുടെ കുറച്ചും കൂടെ സ്റ്റൈൽ, കുറച്ചും കൂടെ കൂൾ വൈബ്, കുറച്ച് ഓറയൊക്കെ ഫാം ചെയ്യുന്ന പേരിട്ടൂടെ? പറഞ്ഞത് ടീം വർക്കിൽ ആൾക്കാരുടെ ടീം മെമ്പേഴ്സിൻ്റെ അഭിപ്രായം എടുക്കണം, വോട്ട് ചെയ്യണം, ജനാധിപത്യം ഉണ്ടാവണം. CST ചെന്നൈ സൂപ്പർ കിങ്സ്, എത്ര പേര് അതിനോട് യോജിക്കുന്നു? എടാ, ആരും യോജിക്കുന്നില്ല. ഓക്കെ, ഓറ കിങ്സ്. ഓക്കെ, ഓറ കിങ്സ് ഓൾ ബോയ്സ് ടീം. എന്താ നിങ്ങളുടെ പേര്? സുഗിയൻ ബോയ്സ്. അടിപൊളി കൈയടി കൊടുത്തേ, നല്ല വെറൈറ്റി പേര്, സുഗിയൻ ബോയ്സ്. സുഗിയൻ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് ഉണ്ടാവോ ഗെയിം കഴിയുമ്പോൾ? നോക്കാം. ഗേൾസ്, വാരിയേഴ്സ്. ഓക്കെ, സോ ഓൾ ടീംസ് റെഡി വിത്ത് ദ നെയിംസ്? ഗെയിം കളിക്കാൻ പോവാണ്. ഗെയിം കളിക്കുന്നവരല്ലേ എല്ലാവരും? ഗെയിമിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് റൂൾ, സുഗിയൻ ബോയ്സ് പറയുന്നത് വൈപ്പേഴ്സ് കേൾക്കാൻ പാടില്ല, വാരിയേഴ്സും കേൾക്കാൻ പാടില്ല. എപ്പോ? ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് ഈ ഗെയിമിൽ 3 റൗണ്ട് ഉണ്ട്. 3 റൗണ്ട്. സോ ഈ 3 റൗണ്ട് കഴിയുന്നത് വരെ നിങ്ങളുടെ ഡിസ്കഷൻ നിങ്ങളുടെ ടീം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഓക്കെ, 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ 3 റൗണ്ടിൽ കാണും. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ പേരെഴുതിയതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഇട്ട് എഴുതണം. ഇറ്റ്സ് ഓൾ റൈറ്റിംഗ്. ഡിസ്കസ് ചെയ്യുക, ഉത്തരം എഴുതാം. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് പറയുന്നതും ശ്രദ്ധിച്ച് പറയണം. കാരണം
ഞാൻ ക്ലൂ ഒന്നും തന്നില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് വേറൊരാൾക്ക് ക്ലൂ ആയിട്ട് തോന്നിയേക്കാം. ഓക്കെ, ആൻഡ് ഈ ഗെയിമിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഫസ്റ്റ് തിങ് എന്തായിരുന്നു? ഫസ്റ്റ് തിങ് എന്താ ടെസ്റ്റ് ചെയ്യുന്നത്? ടീം വർക്ക്. സെക്കൻഡ് തിങ് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽ. ഓക്കെ, പിന്നെ കുറച്ച് ലോജിക്. ലോജിക് അല്ലേ, ഇന്നൊരു കാര്യം നടക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോജിക്കലായിട്ടുള്ള റീസൺ അതിനുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഓക്കെ, ഡിസിഷൻ, ഒരു തീരുമാനമെടുക്കാനുള്ള നിങ്ങളുടെ സ്കിൽ എത്രത്തോളം ഉണ്ടെന്ന്. ഇതൊന്നും ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടല്ല നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക, ബട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എബവ് ഓൾ ഒരു കാര്യം കൂടെ ടെസ്റ്റ് ചെയ്യും, കുറച്ച് കോമൺ സെൻസും കോൺഫിഡൻസും. സോ ഒരു പക്ഷേ ഇതുവരെ കണ്ടിട്ടുള്ള ക്വിസുകളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാത്തിനോടും ഒരു ഓപ്പൺ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം. ജസ്റ്റ് ഫേസ് ഇറ്റ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾ, നോ നെഗറ്റീവ്സ്. ഓക്കെ, സോ നെഗറ്റീവ് പോയിന്റ്സ് ഇല്ല. നിങ്ങൾ എല്ലാത്തിനും ഉത്തരം എഴുതണം. ഇൻ കേസ് നിങ്ങൾ ബ്ലാങ്ക് ആക്കി വിടുവാണെങ്കിൽ ദർ വിൽ ബി എ നെഗറ്റീവ്. സോ 15 ഉത്തരങ്ങൾ എഴുതുക, 15 ചാൻസസ് നിങ്ങൾ എടുക്കുക. അമൃത TV കളിയിൽ അല്പം കാര്യം സീസൺ 2, the game show, the quiz game show, question number 1. Okay? Yes. So your question is this. ഇവർ രണ്ടുപേരും എഴുത്തുകാരാണ്. അതിൽ ഒരാൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരിയാണ്. മറ്റേയാൾ ഓതർ എന്നുള്ള രീതിയിലല്ല പ്രശസ്തൻ, പക്ഷേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ വലിയൊരു പുസ്തക പ്രേമിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ആ വ്യക്തിയുടെ പുസ്തക പ്രേമമായിരുന്നു പല ചാനലിലും പല ന്യൂസസിലും യു കുഡ് സീ. ഓക്കെ, സോ എനിക്ക് വേണ്ടത് പുസ്തകത്തിൽ ആ പുസ്തകം എഴുതിയ ആളെയാണ്, സ്ത്രീയല്ല വേണ്ടത്, ആ പുരുഷനെയാണ് വേണ്ടത്. ഇത് ലളിതാംബിക അന്തർജനമാണ്. ആ വ്യക്തി കോളേജിൽ പഠിച്ച സമയത്ത് അവരുടെ യൂണിയൻ ഇനാഗ്രേഷന് പോയത് ലളിതാംബിക അന്തർജനമായിരുന്നു. ആരാണ് ആ ഓതർ? എന്താ പറയണേന്ന് മനസ്സിലായില്ല? വളരെ സിമ്പിളാക്കാം. ഈ പുസ്തകം എഴുതിയ ആളുടെ പേരാണ് എനിക്ക് വേണ്ടത്. ആദം നീ എവിടെയാകുന്നു, ഇതാണ് ഇദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിൽ ഒന്ന്. എഴുതിയോ? ഒരാളുടെ പേര് എഴുതണം കേട്ടോ. മൂവിങ് ഓൺ. ഈ സ്റ്റാച്യു അറിയോ? ഏതാ? പറഞ്ഞോ. ഇതല്ല ചോദ്യം. ജന്തർ മന്ദിർ. വാവ്, സൂപ്പർബ് ആൻസർ. എന്താ പേര്? യാസിൻ. യാസിൻ ക്യാൻ ഗെറ്റ് എ പ്രൈസ്. ഫസ്റ്റ് തന്നെ അത് ചാടിപ്പിടിച്ച് യു ഗോട്ട് ഇറ്റ്. യാസിൻ ഒരു നല്ലൊരു കൈ കൊടുത്തേ. ജസ്റ്റ് ഒരു സൈഡ് ക്ലിപ്പിന്ന് ഹി ഐഡന്റിഫൈഡ് ദിസ്. യെസ്. ഓക്കെ, ഹാപ്പി? കൺഗ്രാറ്റ്സ്, ഗുഡ് ആൻസർ. യെസ്. ജന്തർ മന്ദിറിന്റെ പോലെ രാജസ്ഥാനിൽ വേറൊരു സ്റ്റാച്യു ഉണ്ട്. ഇത് ഇന്ത്യയിൽ ഈ ഒരു കൈൻഡിൽ വരുന്ന ആദ്യത്തെ സ്റ്റാച്യു ആണ്. ഇതേപോലെ ഒന്ന് കൊച്ചിയിലും വരാൻ പോവുകയാണ്. വേവ് ഓഫ് ലൈഫ് എന്നാണ് പേര്. വേവ് ഓഫ് ലൈഫ്. ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് ആളുകളെ ആദരിക്കുന്ന ഒരു സ്റ്റാച്യു ആണിത്. ആരെ ആദരിക്കുന്ന സ്റ്റാച്യു ആണ് ഇത്? രാജസ്ഥാനിലെ പൃഥ്വിരാജ് റോഡിലാണ് ഈ സെക്കൻഡ് സ്റ്റാച്യു ഉള്ളത്. കൊച്ചിയിൽ വരാൻ പോകുന്നു. കഴിഞ്ഞ മന്ത്രിസഭ അതിൻ്റെ തറക്കല്ലിട്ടു. വേവ് ഓഫ് ലൈഫ് എന്നാണ് അതിന് പേരിട്ടത്. ക്ലൂ വേണ്ട, ക്ലൂ വേണ്ടെന്ന് പറഞ്ഞു. വേണം? യാ, ആദ്യത്തെ റൗണ്ട് ഈസിയാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് 5 questions ഐ വിൽ മേക്ക് ഇറ്റ് ഈസി. അങ്ക്ദാദ എന്നാണ് രാജസ്ഥാനിലെ സ്റ്റാച്യുവിൻ്റെ പേര്. അങ്ക്ദാദ. ഓക്കെ, മൂവിങ് ഓൺ. സോ ഇത് ഒരു വ്യക്തിയെ വീണ്ടും ആദരിക്കുന്നതല്ല, ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ്. ഒരാളുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്ത ഒരു പോസ്റ്ററാണ്. ആരെയാണ്
ഈ പോസ്റ്റർ വഴി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബർത്ത്ഡേ പോസ്റ്ററാണ്. ഓക്കെ, എഴുതിയോ? ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. ഇന്നത്തെ മോഡേൺ ക്വിസിങ്ങിൽ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ജനറലി ഞങ്ങൾ ക്വിസിനൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. എന്താ പഠിക്കണ്ടേ? ജനറൽ നോളജിൽ എന്താ പഠിക്കണ്ടേ? സോ കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്ക് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ദിസ് ആർ ദ തിങ്സ്. ഓൺ ഗോയിങ് ഇവൻറ്റ്സ്, അപ്കമിങ് ഇവൻറ്റ്സ്, പിന്നെ ആ ഏതെങ്കിലും ദിവസങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഇന്നൊരു ക്വിസിന് പോവുകയാണെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിൽ ഒരു മേജർ ഏരിയ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ. This is also a current affairs question. There is geography and as usual നിങ്ങളുടെ ചില സ്കിൽസിനെ ടെസ്റ്റ് ചെയ്യും. ഇത് ന്യൂയോർക്കിൽ 5th അവന്യൂലുള്ള മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടാണ്. ഇത് ഒരു നിക് നെയിമിൽ അറിയപ്പെടുന്നുണ്ട്. ആ നിക് നെയിമാണ് നിങ്ങൾ എഴുതേണ്ടത്. മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൻ്റെ നിക് നെയിം നിങ്ങൾ എഴുതണം. അതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. ആൻഡ് എല്ലാ വർഷവും ഇവരൊരു ഫെസ്റ്റിവൽ, ഒരു ആഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. പീപ്പിൾ ഡ്രസ് അപ്പ് ആൻഡ് കം ദർ. അതും ഈ നിക് നെയിമിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ട് എന്ന് പറയുന്ന മ്യൂസിയത്തിൻ്റെ നിക് നെയിം? സോ ഈ ചോദ്യം വരുന്നത് വേൾഡ് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. വേൾഡ്. മൂവിങ് ഓൺ ടു ഫസ്റ്റ് റൗണ്ടിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഒരു കോമ്പൗണ്ടാണ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നോ ഐഡിയ, നോ പ്രോബ്ലം. ദിസ് കോമ്പൗണ്ട് gives a particular smell to something that is naturally odorless. നാച്ചുറലി ഗന്ധമില്ലാത്ത ഒരു കാര്യത്തിന് ഈ കോമ്പൗണ്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക തരം സ്മെല്ല് വരുന്നതും. ആൻഡ് ദാറ്റ് ഹെൽപ്സ് യു ടു ഗെറ്റ് അവേ ഫ്രം ഡേഞ്ചർ. ദാറ്റ് ഹെൽപ്സ് യു ടു ഗെറ്റ് എവേ. അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നിങ്ങളെ ആ ഗന്ധം സഹായിക്കും. അങ്ങനെയാണെങ്കിൽ എന്തിലാണ് ഈ ഗന്ധം നിങ്ങൾക്ക് കാണാൻ സാധിക്കാം? വേർ ക്യാൻ യു ഗെറ്റ് ഇറ്റ്, സ്മെൽ ഇറ്റ്? കാണാൻ സാധിക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ഉത്തരങ്ങളാണ്. അല്ലല്ല, കോമ്പൗണ്ടിൻ്റെ പേര് വേണ്ട. മെർസെപ്റ്റൈൻ ആണ് കോമ്പൗണ്ട്. കോമ്പൗണ്ടിൻ്റെ പേരല്ല, ഇറ്റ്സ് എ മെർസെപ്റ്റൈൻ. ഇതായിൽ മെർസെപ്റ്റൈൻ ആണ് കോമ്പൗണ്ട്. എവിടെയാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, ഈ സ്മെല്ല് വരുന്നത്? സോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. 6th ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഈസി. എനിക്ക് വേണ്ടത് ഫിഫ ഫുട്ബോൾ നടക്കാൻ പോകുന്നത് എവിടെയാണ്? USA, മെക്സിക്കോ, കാനഡ. അതല്ല, ഈ 2026 യൂസ് ചെയ്യാൻ പോകുന്ന ഫുട്ബോളിൻ്റെ പേരാണ്. Some boys got it. Girls എഴുതിക്കോളൂട്ടോ. സോ യു നോ 3 കൺട്രീസിലായിട്ടാണ് തവണ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ഈ 3 കൺട്രീസിനെയും കുറച്ച് അതിൽ ആ പേര് ഇടുമ്പോൾ ആ പേരിടുന്ന ആളുകൾ ഓർത്തിട്ടുണ്ട് 3 കൺട്രിയിലാണ് അത് നടക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഈ ഫോട്ടോ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് മാസം മുന്നാണ്. അപ്പോൾ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ബോളിൻ്റെ പേര്. ഓക്കെ, സോ 3 രാജ്യങ്ങൾ, 3 countries. ദാറ്റ്സ് ദ ക്ലൂ. ഇതറിയില്ലേ? ആരത്? പറഞ്ഞോ. റുപ്പൻസെൽ കണ്ടിട്ടുണ്ടോ? മൂവി കണ്ടിട്ടില്ലേ? സോ ടാങ്കിൾഡില് റുപ്പൻസെലിന്റെ മുടി മുറിച്ചാല് വാട്ട് ഹാപ്പൻസ്? മാജിക് പവർ പോവും. ഡൺ. ഓക്കെ, സോ ഈ ചോദ്യം വന്നിട്ടുള്ളത് മിത്തോളജി, റിലീജിയൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഈ ചോദ്യം റിലീജിയൻ ആൻഡ് മിത്തോളജി ആണ്. സോ ബൈബിളിൽ, ദ ഹോളി ബൈബിളിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, ഭയങ്കര പവർഫുൾ, സ്ട്രോങ്കസ്റ്റ്. പക്ഷേ ആ ക്യാരക്ടറിൻ്റെയും സീക്രട്ട് ഇതാണ്, ആ ക്യാരക്ടറിൻ്റെ മുടി മുറിച്ചാൽ
ആൾക്കാർക്ക് ക്യാരക്ടറിനെ കൊല്ലാം, ആ ഹീറോനെ കൊല്ലാൻ പറ്റും. ആ ക്യാരക്ടറിൻ്റെ പേരാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളി സ്പോർട്സ് പേഴ്സൻ്റെ പേരായിട്ടാണ്. എന്താണ് ഈ ക്യാരക്ടറിൻ്റെ പേര്? ഓൾസോ എ മലയാളി സ്പോർട്സ് പേഴ്സൺ. പുസ്തകം വായിക്കാറുണ്ടോ? ആ ഉണ്ട്. യെസ്. സോ ബെന്യാമിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേരാണ് എനിക്ക് വേണ്ടത്. ഇതൊരു ഗ്രീക്ക് പേരാണ്. ആ ഗ്രീക്ക് വേർഡാണ് എനിക്ക് വേണ്ടത്. കില്ലിംഗ് എന്നാണ്, ദയാപൂർവം കൊല്ലുക. ഇതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സോ എന്താണ് ഈ ഗ്രീക്ക് പദം എന്താണ്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പേരെന്താണ്? യെസ്, മേഴ്സി കില്ലിംഗ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഗ്രീക്ക് പദം എന്താണ്? സോ ഇതും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 2 or 3 months back. സോ ദിസ് ഈസ് ലൈക്ക് എ നോളജ് പാർട്ട്. ഒരു പ്രത്യേക വാർത്ത ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ വാർത്ത വായിച്ചു വിടാതെ നമുക്കതിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ, അതിലെന്താണ് ഹിസ്റ്ററി ഉള്ളത്, ഇത്തരം കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിനും ഹെൽപ്ഫുൾ ആവും. ആസ് എ പേഴ്സൺ നിങ്ങളുടെ നോളജ് ഡാറ്റാബേസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ മൂവിങ് ഓൺ ടു 9th question. ഇതറിയാലേ, സരിഗമ മ്യൂസിക് കമ്പനിയാണ്. സരിഗമ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ടീച്ചറെ പ്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് വാസ് എൻ AI ടീച്ചർ. ആ AI ടീച്ചർ നിങ്ങൾക്ക് പാട്ട് പഠിപ്പിച്ചു തരും. എനിക്ക് വേണ്ടത് ആ മ്യൂസിക് ടീച്ചറുടെ പേരാണ്. സോ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് തിങ്കിങ് യൂസ് ചെയ്ത് സരിഗമ എന്ന് പറയുന്ന മ്യൂസിക് കമ്പനി ഒരു മ്യൂസിക് ടീച്ചറെ പ്രൊഡ്യൂസ് ചെയ്തു, AI മ്യൂസിക് ടീച്ചർ. അങ്ങനെയെങ്കിൽ തിങ്ക്, യൂസ് യുവർ ലാറ്ററൽ തിങ്കിങ് ആൻഡ് ഫൈൻഡ് എ നെയിം. എന്തായിരിക്കും പേരിട്ടിട്ടുണ്ടാവുക? സോ ദിസ് ഈസ് ദ മോഡേൺ ക്വിസിങ്. ജസ്റ്റ് നോട്ട് ടെസ്റ്റിംഗ് യുവർ IQ or the facts that you mug up, testing your creative thinking. നിങ്ങൾക്ക് ആക്ച്വലി ഇതൊരു പ്രോബ്ലമാണ്. ലൈഫിൽ നമുക്കൊരു പ്രോബ്ലം വരുന്ന പോലെ, ആൻഡ് ഐ ആം ആസ്കിങ് യു ടു ഫൈൻഡ് എ സൊല്യൂഷൻ. നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങളത് സോൾവ് ചെയ്യോ, അതോ ഇതെനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ? ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സരിഗമ എന്ന് പറയുന്ന മ്യൂസിക് കമ്പനി ക്രിയേറ്റ് ചെയ്ത മ്യൂസിക് ടീച്ചറുടെ പേരെന്താണ്? സോ സെക്കൻഡ് റൗണ്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതറിയല്ലേ ഈ ബുക്ക്? എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലേ? റീസെൻ്റ്ലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ, ഈ പുസ്തകത്തിൽ, ഈ ഡോക്യുമെൻറ്റിൽ ഒരു ചേഞ്ച് വന്നു. ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഒരു മെയിൻ ചേഞ്ച്. അത് നിങ്ങൾക്ക് ആ ചേഞ്ച് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെയാണ്. 1st ഷെഡ്യൂളിൽ വന്നു, 4th ഷെഡ്യൂളിൽ വന്നു, 8th ഷെഡ്യൂളിൽ വന്നു, ആർട്ടിക്കിൾ 31A, ആർട്ടിക്കിൾ 290A. ഇവിടെയൊക്കെ കോമൺ ആയിട്ട് ഒരു ചേഞ്ച് വന്നു. ഒരു ചേഞ്ച്, ഒരു ചെറിയൊരു ചേഞ്ച്. എന്താണ് ആ ചേഞ്ച്? ഈ ഇടയ്ക്ക്, മേ ബി കഴിഞ്ഞൊരു 6 മാസത്തിന് ഇടയ്ക്ക്, 6 മാസത്തിനുള്ളിലാണ് സംഭവിച്ചത്. ഓക്കെ, 11th question, ലാസ്റ്റ് റൗണ്ട്. റിസപ്ഷനിൽ ചോദിച്ചാലോ? അതാ നല്ലത്, ചിലപ്പോൾ ഏൽപ്പിച്ചാണോ. നീ ഇരിക്കാം. ഹലോ ഡോക്ടർ. ഹലോ. എന്താ ഇവിടെ? വെറുതെ ഒരാളെ കാണാൻ. മനസ്സിലായില്ല? പക്ഷെ എനിക്ക് മനസ്സിലായി. നിങ്ങളാണോ മിസ്റ്റർ തരകൻ? മോഹൻ തരകൻ? അയ്യോ അല്ല, എൻ്റെ പേര്. സോ ഇത് കുറച്ച് പഴയൊരു മൂവിയാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കുഴപ്പമില്ല, മൂവി കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ അതിലെ ഹീറോയിൻ ക്യാരക്ടറിനെ കുറച്ച് പ്രാങ്ക് ചെയ്യുന്നുണ്ട്. പല പല പേരുകൾ പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്യുന്നുണ്ട്. ഈ അവസാനം പറഞ്ഞ ഒരു പേര് പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്ന ആ പേര്
ഇദ്ദേഹത്തിൻ്റെ പേരാണ് പറയുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ക്രൈസ്റ്റ് ഇൻ ദ നൈറ്റ് ഓഫ് ഗ്ലോറി. അദ്ദേഹത്തിൻ്റെ കുറച്ച് പഴയ ഒരു ചിത്രമാണ്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിരുന്നു വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. സോ കോൺട്രവേഴ്സീസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലോകത്തെ പല കാര്യങ്ങളും നടക്കുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ അതിലും നമുക്കറിയേണ്ട കാര്യങ്ങൾ തികഞ്ഞ് പിടിച്ച് അറിയാൻ ശ്രമിക്കണം എന്ന് ഉത്തരം കണ്ടു കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ പാരൻസിന് എന്തായാലും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആരാണ് ഇദ്ദേഹം? ആരുടെ പേരാണ് മോഹൻലാൽ പറയുന്നത്? ജസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വയസ്സൊക്കെ ആയിട്ട് ആളുകളെ പറ്റി പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഡാറ്റാബേസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവർ ചിലപ്പോൾ പല മേഖലയിൽ ഫേമസ് സ്കിൽസ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. നമുക്കറിയുന്ന ഒരു ഫേസ് മാത്രമായിരിക്കില്ല. അപ്പോൾ അൺപോപ്പുലർ ആയിട്ട് അവർക്ക് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, ഇതൊക്കെ ഒന്ന് നോക്കുക, വായിക്കുക, ചുമ്മാ ഒരു രസം. ഓക്കെ, വൺ മോർ ക്ലൂ. ദിസ് ഇസ് എ വേണോ? ദിസ് ഈസ് എ വേൾഡ് ലീഡർ. ഓക്കെ, ഇതെനിക്കറിയാം. അപ്പോൾ എഴുതിക്കോ. എന്താ? ഏയ് ഓക്കെ, ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. ഫ്രഞ്ച് കമ്പനി ദാസോ എന്നാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ദാസോ. ഫ്രഞ്ച് കമ്പനിയായ ദാസോയിൽ നിന്നും ഇന്ത്യ 3.25 lakh ക്രോസിന് എത്രയാ? 3,25,00,000 കോടിക്ക് 114 സാധനങ്ങൾ, ഇവരുടെ ഒരു ഫേമസ് പ്രോഡക്റ്റ് 114 എണ്ണം ഇത്രയും വലിയ പൈസയ്ക്ക് മേടിച്ചത് റീസെൻ്റ്ലി ന്യൂസ് ആയിരുന്നു. എന്താണ് ഇന്ത്യ മേടിച്ചത്? പ്ലീസ് റൈറ്റ് ഇറ്റ്. എന്താണ് ഈ ഫ്രഞ്ച് കമ്പനിയിൽ നിന്നും ഇന്ത്യ മേടിച്ചത്? അതിൻ്റെ പേരാണ് വേണ്ടത്. റീസെൻ്റ്ലി ഒരു 2 months ബാക്ക്, പ്രിസൈസ്ലി 2 months ബാക്ക് അതൊക്കെ ന്യൂസ് ആയിരുന്നു. യുനോ, നിങ്ങൾ കുറച്ചും കൂടി വലുതാകുമ്പോൾ ദർ ഇസ് വ്യവസായം എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ഇക്കണോമിക്സ്, കൊമേഴ്സ്, ബിസിനസ്. സോ ദിസ് ഈസ് എ ബിസിനസ് ഓഫ് ജസ്റ്റ് ലാക്സ് ആൻഡ് ക്രോസ്. എന്താണ് ഇന്ത്യ മേടിച്ചത്? ഇടയ്ക്കിടയ്ക്ക് ഇത് ന്യൂസിൽ ഉണ്ടാവാറുണ്ട്. ഫ്രാൻസിൽ നിന്നും ഇന്ത്യ മേടിച്ച് ഇതെന്താണ്? ഓക്കെ, ദിസ് ഈസ് ഫ്രം മിത്തോളജി. ഈ ദേവത മിത്തോളജി പ്രകാരം നായാട്ടിൻ്റെ ദേവതയാണ്. ഓൾസോ ഗോഡ് ഓഫ് മൂൺ ആണ്. മൂൺ. അപ്പോളോനെ അറിയോ? അപ്പോളോ, അപ്പോളോൻ്റെ സിസ്റ്ററാണിത്. എന്താണ് അപ്പോളോൻ്റെ സിസ്റ്ററിൻ്റെ പേര്? ഒരു ലേഡി നെയിം വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ആൻഡ് തീർച്ചയായും ഈ പേര് നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജി ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾ എന്തായാലും കേൾക്കേണ്ട, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ന്യൂസിലൊന്നാണ്, ഇൻഫർമേഷനിലൊന്നാണ്. ഓക്കെ, ആൻഡ് പെനാൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ജോഗ്രഫി എന്നാണ്. എനിക്ക് ഈ ജോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെ പേരാണ് വേണ്ടത്. ഒരു കഥ പ്രകാരം എറ്റിമോളജി, ഇത് എറ്റിമോളജിയാണ്, ഒരു സ്ഥലത്തിന് പേര് വന്ന കഥയാണ് പറയുന്നത്. ചിലർ പറയുന്നു ചില കഥകൾ പ്രകാരം ആ സ്ഥലത്ത് ഒരുപാട് ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഡേറ്റ്സ്, ഈന്തപ്പഴം, അങ്ങനെയാണ് ആ പേര് വന്നത്. അങ്ങനെയല്ല, അത് ഭരിച്ചിരുന്ന, ആ സ്ഥലം ഭരിച്ചിരുന്ന അഹുർമസ്ദ എന്ന് പറയുന്ന രാജാവിൻ്റെ പേരിൽ നിന്നുമാണ് ഈ പേര് വന്നതെന്നാണ്. ഡേറ്റ്സിനെ ചില ഭാഷകളിൽ ഹോർമുഗ എന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ് ഈ സ്ഥലം? ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഒരു സോങ്ങിൻ്റെ ലിറിക്സിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഓരോ വരിയും ഓരോ പിക്ചറിൽ ഓരോ വരിയുമാണുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി നോക്കാം. ഒരു ടീമിൽ നിന്ന് 1-2 പേർക്ക് വേണമെങ്കിൽ, ഇഫ് യു വാണ്ട്, നിർബന്ധമില്ല, വേണമെങ്കിൽ പോയി നോക്കിക്കോ. ഏതാണ് ഈ പാട്ട്?
1880s എഴുതപ്പെട്ട പാട്ടാണ്. സാൻസ്ക്രിറ്റ് ആണ്. ആ സാൻസ്ക്രിറ്റ് കേട്ടിട്ടില്ലേ? കഴിഞ്ഞു, ചാൻസ് കഴിഞ്ഞു. കം ബാക്ക്. ബംഗാളി മിക്സ് ആണ്. ബംഗാളി സാൻസ്ക്രിറ്റ്. ഓക്കെ, സോ 3 റൗണ്ടും കഴിഞ്ഞു. ജസ്റ്റ് ഒരു ചെറിയ റീക്യാപ്പ് നമുക്ക് ചെയ്യാം. 15ാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ എന്തെഴുതണം? ഒരു പാട്ട് എഴുതണം. 14 ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതണം. 13 ഒരു ദേവതയുടെ പേര് എഴുതണം. 12 ഒരു പ്രൊഡക്റ്റ്, ഒരു ഫ്രഞ്ച് പ്രൊഡക്റ്റ് ആണ് എഴുതേണ്ടത്. 11 ഒരു വ്യക്തിയുടെ പേരാണ് വേണ്ടത്. 10 ഒരു മാറ്റം, എന്ത് മാറ്റമാണ് സംഭവിച്ചത്. ഓക്കെ. 9 നിങ്ങളുടെ മ്യൂസിക് ടീച്ചറുടെ പേര്. ഓക്കെ. 8 ഒരു ഗ്രീക്ക് പേര്, ഗ്രീക്ക് പദം. 7 ഒരു ക്യാരക്ടർ, ഒരു സ്പോർട്സ് പേഴ്സൺ വിത്ത് ദ സെയിം നെയിം. 6th വൺ ഒരു ഫുട്ബോളിൻ്റെ പേര്. 5th വൺ എവിടെയാണ് നിങ്ങൾക്ക് ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഈ കോമ്പൗണ്ട് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ആണ് 5th വൺ. 4th വൺ എന്താണ് ഈ മ്യൂസിയത്തിൻ്റെ നിക് നെയിം. 3rd വൺ ആരെയാണ് ഇതിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദെൻ 2nd ആരെയാണ് ഈ സ്റ്റാച്യൂവിൽ ആദരിക്കുന്നത്. 1st വൺ ആരാണ് ഈ പുസ്തകം എഴുതിയത്. ഓക്കെ, യാ, പ്ലീസ് ഹാൻഡ് ഓവർ ദ ആൻസർ ഷീറ്റ്സ്. നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് കൊടുക്കാം. ഓക്കെ, ആൻസേഴ്സ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പുസ്തകം എഴുതിയത് ആരായിരുന്നു? ആരാണ് ഈ പുസ്തകം എഴുതിയത്? Kerala's Chief Minister Honorable V.D. Sadishan. ഈസ് എ ബ്രില്യൻറ്റ് ആൻസർ. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത V.D. സതീശൻ, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ബ്രില്യൻറ്റ് ആൻസർ. എത്ര പേര് ശരിയാക്കി? വാവ്, ടീം 1 2 3 4 5. ഗുഡ്, നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, V.D. സതീശൻ. സെക്കൻഡ് വൺ, ആരെയാണ് ഈ യെസ് ആദ്യം ഇവിടെ ഒരു കൈ പൊങ്ങി. എന്താണ് ഇയാളുടെ പേരെന്താണ്? Savan. സാവൻ. ഏതാണ് സ്കൂൾ? NSS. NSS. എന്താണ്, ആരെയാണ് ഈ സ്റ്റാച്യു ആദരിക്കുന്നത്? Organ donors അല്ലേ? ബ്രില്യൻറ്റ് ആൻസർ. ദാറ്റ് വാസ് ഓർഗൻ ഡോണേഴ്സ്. നല്ലൊരു കൈ കൊടുക്കൂ. ശരിയാണ്. നെക്സ്റ്റ് വൺ, അവിടെ ഒരു കൈ. യെസ്, മോഹൻലാലിന്റെ ബർത്ത്ഡേ അത് ഈ പോസ്റ്ററിന് എന്താ ബന്ധം? 21st ഇമ്പോർട്ടൻസ്. ഇമ്പോർട്ടൻ്റ് എന്താ? മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണോ? മോഹൻലാൽ റൈറ്റ് ആൻസർ ആണ്. യെസ്, പേരെന്താണ്? ദൃശ്യ. ദൃശ്യം. മെഡ്ഗാല. മെഡ്ഗാല ആണോ? എന്താ ഇത് പറയാൻ കാരണം? എല്ലാവരും ട്രസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് അറിയാമോ മെഡ്ഗാലനെ പറ്റി? ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ ദ എന്ന് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ താഴെയാണ് അതിൻ്റെ ബ്ലാങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ സ്പേസിൽ 3 ലെറ്റേഴ്സ് ആണ് വേണ്ടത്. മെട്രോപൊളിറ്റൻ, മെറ്റ്. ദ മെറ്റ് ഗാല ഇസ് ദ റൈറ്റ് ആൻസർ. ശ്വാസം വിട്ടോ, നല്ല ആൻസറാണ്, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് ദൃശ്യ. 5th ക്വസ്റ്റ്യൻ. ഐ സോ എൻ ആൻസർ. ഇല്ല, അവിടെ ഞാൻ ആദ്യം കണ്ടു. സോറി, പേര് പറയൂ. സർവേഷ്. സർവേഷ്. യെസ്, സർവേഷ്. മീത്തയിലാണോ? മീത്തയിലല്ല. ഫസ്റ്റ് എല്ലാവരും ചാൻസ് കൊടുക്കട്ടെ. വെയിറ്റ്, ഐ വിൽ കം ടു യു. അവിടെ ഒരു റെഡ് ഷർട്ട്. കാർബൺ സൾഫേറ്റ്. അല്ല. ഗ്യാസ്. ഗ്യാസ്. എന്ത് ഗ്യാസ്? ലിക്വിഡ്. ലിക്വിഡ്. LP.
LPG. LPG is the right answer. LPG ലീക്ക് ആകുമ്പോൾ ഉണ്ടാവുന്ന സ്മെൽ ബിക്കോസ് LPG-ൽ ഇത് ആഡ് ചെയ്യുമ്പോഴാണ്. സോ ഇത് ലീക്ക് ആകുമ്പോൾ വി നോ ഡേഞ്ചർ ഉണ്ടെന്ന്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. Abhinav. This one is for Abhinav. Adidas Trionda. Brilliant answer. Again scoring. Sports ആണ് താങ്കളുടെ ഇഷ്ടപ്പെട്ട വിഷയം ആണോ? അതെ. ഓക്കെ. ട്രിയോണ്ട. ട്രൈ 3 രാജ്യങ്ങളിലാണ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈ അല്ലെങ്കിൽ ട്രിയോണ്ട, ട്രയോണ്ട അല്ലെങ്കിൽ ട്രിയോണ്ട. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. ജോണത്തൻ. ജോണതൻ. ജോൺ ആൻഡ് ജോനാഥൻ. ആരാണ് ഈ ക്യാരക്ടർ? സാംസൺ. സാംസന്റെ മുടി മുറിക്കുമ്പോ ചത്തുപോവോ? പവർ കുറയും. ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. mercy killing. Yes, somebody with very confidence. എന്താണ് ഈ ഗ്രീക്ക് വേർഡ്? യുദ്ധനേഷ്യ. Brilliant answer that is. And പേരെന്താണ്? Krishnanjali getting the prize. Congrats. Now രേഖ. ഇയാളുടെ പേരാണോ? എന്റെ പേരല്ല, ആ. എന്റെ പേര് നീല. നീല. ഓക്കെ. രേഖ. എന്താ രേഖ എന്നിടുന്നേ? മീറ്റിംഗ് ലെറ്റേഴ്സ് നോക്കിയെടുത്തതാണ്. രേഖ. ഹായ്, കൊള്ളാലോ. പക്ഷെ അവരങ്ങനെയല്ല ചിന്തിച്ചത്. നോട്ട് ദ റൈറ്റ് ആൻസർ. ബ്രില്യൻറ്റ് തിങ്കിങ്. നല്ലൊരു കാര്യം കൊടുത്തേ. നല്ലൊരു തിങ്കിങ്. ദ വേ ഷീ തോട്ട്. പദനിസ ആണോ? സാരി ഗമ. ഇവിടെ നല്ല ശരിക്കുള്ള അടിപൊളി കൈയടി. ഇസ് ദ റൈറ്റ് ആൻസർ. പദനിസ. കൺഗ്രാറ്റ്സ്. പേരെന്താണ്? ഋഷികേഷ്. ഓക്കെ. എന്താണ് ഇവിടെയൊക്കെ ചേഞ്ച് വന്നത്? കേരളമാക്കിയതാണ്. ആണോ? ആണ്. ഇസ് ദ റൈറ്റ് ആൻസർ. കേരള ടു കേരളം. എവിടെ മിഠായി? നിങ്ങൾ എല്ലാ ആൻസറും പറയണ്ടല്ലോ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ ഗോളാണോ? ഗോൾ. കൈയടിക്കൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഫസ്റ്റ് ഷെഡ്യൂളിലും ഫോർത്ത് ഷെഡ്യൂളിലും ആർട്ടിക്കിൾസിലൊക്കെയാണ് കേരള എന്നുള്ള വേർഡ്, സ്റ്റേറ്റ്സിൻ്റെ പേര്, പിന്നെ ലാംഗ്വേജ് അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ കേരളമുണ്ട്. നൗ ഇറ്റ് വിൽ ബി കേരളം. ഔദ്യോഗികമായിട്ട് കേരളം എന്നാക്കി. ഓക്കെ. യെസ്. നാലപ്പാട്ട് നാരായണകൃഷ്ണൻ ഒരു വേൾഡ് ലീഡർ ആയിട്ടില്ല. കേരളത്തിൽ ഫേമസ് ആണ്, വേൾഡ് അല്ല. ഓക്കെ. യെല്ലോ. ട്രംപ് മരിച്ചോ? അല്ല, ട്രംപ് അല്ല. ട്രംപ് അന്തകാലത്ത് ഇറങ്ങിയ മലയാള മൂവിയിൽ വരാൻ മാത്രം ഫേമസ് ആയിരുന്നില്ല അന്ന്. ഓക്കെ, സോ നമുക്ക് മോഹൻലാൽ തന്നെ എന്താ പറയുന്നതെന്ന് കേൾക്കാം. പക്ഷെ എനിക്ക് മനസ്സിലായി. നിങ്ങളാണോ മിസ്റ്റർ തരകൻ? മോഹൻ തരകൻ? അയ്യോ അല്ല, എന്റെ പേര് ഖൊമേനി എന്നാണ്. അയത്തുള്ള ഖൊമേനി. കേട്ട് കാണും. കേട്ടിട്ടില്ല? കേട്ടിട്ടില്ലെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിക്കാം. ആയത്തുള്ള ഖൊമേനി. ഇറാന്റെ അതന്നെ. ഓക്കെ, ആയത്തുള്ള ഖൊമേനി. എനിബഡി റോട്ട്? ആരെങ്കിലും എഴുതിയോ? ആരും എഴുതിയില്ല. മിഠായി എനിക്കല്ല. നോ പ്രോബ്ലം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ്. എല്ലാതും നമുക്ക് അറിയണമെന്നില്ലല്ലോ. ശ്രദ്ധിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ. അവിടെ എയർവേ കമ്പനി അല്ലേ? എയർവേ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊഡക്റ്റ് പറയും. എയറോപ്ലെയിൻ അല്ല. ഓക്കെ, ഇവിടെ നോക്കട്ടെ, കിട്ടുമോ നോക്കട്ടെ. ഫൈറ്റർ ജെറ്റ്. നോ. ഫൈറ്റർ ജെറ്റ് അതിന്റെ ലോഗോയിലുണ്ട്. നിങ്ങളുടെ വിഷ്വലൈസേഷൻ സ്കില്ല്. Dassault Aviation's Rafael jet. Brilliant answer that is. എന്താണ് അവിടെ? Artemis. Is a brilliant answer. Artemis.
അപ്പോളോന്റെ സഹോദരിയുടെ പേരാണ് വർഷങ്ങൾക്ക് ശേഷം നാസ മൂൺ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊടുത്തത്. ആർട്ടമിസ് കേട്ടിരുന്നോ? ആർട്ടമിസ് കേട്ടില്ലേ? ഈ അടുത്തല്ലേ അവർ ചന്ദ്രനിൽ പോയത്? ആ ഓക്കെ, ദിസ് വൺ. ആ ഏതാണ്? വെയിറ്റ്. ആ പറയൂ, എന്താണ് ഈ സ്ഥലത്തിന്റെ പേര്? സ്റ്റേറ്റ് ഓഫ് ഹോർമോസ്. ബ്രില്യന്റ് ആൻസർ. ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ്. ഹോർമുഗ് എന്നൊക്കെയാണ് ഡേറ്റ്സിനെ പറഞ്ഞത്. അഹോർമസ്ദ എന്നൊക്കെ പറഞ്ഞു പോയാൽ അത് ഹോർമൂസിലേക്ക് വരും. ഗുഡ് വൺ. ഓക്കെ, ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതാണ് ഈ സോങ്? എൻ്റെ പേര് ഇഷാൻ ഗിരീഷ്. വന്ദേ മാതരം ആണോ? അല്ലേ? അവർ വന്ദിക്കാണോ? എന്താ കാരണം? ഓ, പിക്ചർ കണ്ടപ്പോൾ ചെറുതായിട്ട് തോന്നിയുള്ളൂ, വലിയ ശരിയാണത്. വന്ദേ മാതരം. ഓക്കെ, അവർ നാഷണൽ സോങ്. സോ നമ്മുടെ 3 റൗണ്ട്സ് കഴിഞ്ഞു. സോ ദിസ് ഈസ് വാട്ട് വി വുഡ് ലൈക്ക് ടു ഷെയർ അബൌട്ട് മോഡേൺ ഡേ ക്വിസിംഗ്. നിങ്ങൾ ചുറ്റും കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുക, ചിന്തിക്കുക, ഡിസ്കസ് ചെയ്യുക, സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പ് 3 ടീംസിനെ അറിയണ്ടേ? ആരാണ് ഗപ്പ് കൊണ്ടുപോകാൻ പോകുന്നതെന്ന് അറിയണ്ടേ? കോൺഫിഡന്റ് ആണോ എല്ലാവരും? അവരവരുടെ ബുദ്ധിയിൽ കോൺഫിഡന്റ് ആണോ? അല്ലേ? അപ്പൊ നമുക്ക് മാമിനോട് തന്നെ പറയാം ആരാണ് ടോപ്പ് 3 ടീംസ് എന്ന് പറയാനായിട്ട്. ഓക്കെ, സോ ദാറ്റ് വാസ് ഗുഡ്, വെരി ഗുഡ് പെർഫോമൻസ്. നല്ല മാർക്സ് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആണ് നമുക്കുള്ളത്. ആൻഡ് വി ഹാവ് 2 ടീംസ് വിത്ത് ദ സെയിം മാർക്സ്. സെയിം മാർക്കുള്ള 2 ടീംസ്. സോ ദേ വിൽ ബി ഹാവിംഗ് തേർഡ് ആൻഡ് സെക്കൻഡ് പൊസിഷൻ. സോ വിത്ത് 7 പോയിന്റ്സ് വി ഹാവ് അമൃതം പൊടി. ആരാണ് അമൃതം പൊടി? എഴുന്നേറ്റ് നിൽക്കൂ. നല്ലൊരു കൈഡി കിട്ടും. അവർ ഇത്ര കഷ്ടപ്പെട്ട് എഴുതിയതാണ്. നല്ല കൈഡി എടുത്തേ. ഓക്കെ, കൃഷ്ണാഞ്ജലി ഓൺ ബിഹാഫ് ഓഫ്. നല്ല അടിപൊളി കൈഡി കൊടുത്തടാ. And we have one more team with the same score. Aura Kings. എവിടെ Aura Kings? Come on, leader please comes to the stage. ഈ പേരിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? ഓറ കിങ്സ്. ആരാണ് Aura Kings ഇട്ടത്? ഓറ തന്നെ, ഒന്നും പറയാനില്ല. Aura Farming. Congratulations Aura Kings. And the champions. നമുക്കൊന്ന് ഗസ് ചെയ്യിപ്പിക്കാം ആരായിരിക്കും. എനി ഗസ് വിച്ച് ടീം വിൽ ബി? ആർക്കും അവരിൽ എന്നെ വലിയ വിശ്വാസമില്ലാന്ന് തോന്നുന്നു. എന്നാ പിന്നെ മാം തന്നെ പറയും. അതാണ് നല്ലത്. സോ ഐ തിങ്ക് വെരി സ്വീറ്റ് ആസ് വെൽ ആസ് സ്പോർട്ടീവ് Sugiyan boys, please come forward, all the team members, the champions of Kalil Alpam Karyam quizzing game show, Sugiyan boys. വാ എല്ലാവരും ഇന്ന് നമ്മുടെ മോർണിംഗ് സ്നാക്സ് സുഗിയൻ ആയിരുന്നു. അതാണോടാ? സുഗിയന്റെ ബുദ്ധിയാണോ? All credit goes to Sugiyan. Okay? Yes. നല്ലൊരു കൈ കൊടുക്കാം. Champions with 8 points, Sugiyan boys. Yo! Okay. Once again, ma'am, such a beautiful session. ഇത്ര അടിപൊളി സെഷൻ ആയിരുന്നു. Gained a lot of knowledge. എനിക്കൊന്ന് എല്ലാവർക്കും ഒത്തിരി പുതിയ അറിവ് കിട്ടിയില്ലേ? എടാ നമ്മുടെ ക്വിസ് മാസ്റ്റർ അല്ലേ, നല്ലൊരു ഐഡിയ എടുത്തേ. Okay, once again, thank you so much, ma'am. It's been an honor. Thank you, Shivani, and you're doing a good job. Thank you so much, ma'am.